ചേട്ടാ, നോബി ചേട്ടൻ തന്നെ ആദ്യത്തെ ടാസ്ക് ഞാൻ തരാൻ പോവാണ്. കൈയടിച്ച് പാസ്സാക്കിക്കോ. ഫോട്ടോസ് ഓരോന്നായിട്ട് ഇവിടെ വരും, ഓരോ ആനകളുടെ ഫോട്ടോസ്. അത് ഏതൊക്കെയാന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. പ്രേക്ഷകരെ നിങ്ങളും കൂടിക്കോ. ആദ്യത്തെ ഫോട്ടോ കേശവൻ. ഉറപ്പാണോ? ഗുരുവായൂർ കേശവൻ. ഉറപ്പാണോ? സൂപ്പർ. ശരിയുത്തരാണോ? എങ്കിൽ ആ ഉത്തരം തെറ്റാണ്. നോബി ചേട്ടൻ പറഞ്ഞില്ല. നോബി ചേട്ടൻ ഒരു ചാൻസും കൂടി ഉണ്ട്. ഞാൻ ഈ ഫോട്ടോ കണ്ടിട്ടുണ്ട്, കുറെ സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇത് പിന്നെ രംഗനാഥ് അങ്ങനെ കണ്ടാണ് അല്ലേ? ചെങ്ങല്ലൂർ രംഗനാഥ്. ചെങ്ങല്ലൂർ രംഗനാഥ് തന്നെ. ബാക്കി പറ. രംഗനാഥൻ. ഗുഡ് വൺ. കറക്റ്റ് നോബി ചേട്ടാ. കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ആനയാണ്. ഓക്കെ, ഗുഡ് വൺ. നോബി ചേട്ടൻ ഒരു മാർക്ക് കിട്ടിയിരിക്കുകയാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അടുത്ത ഫോട്ടോ വരട്ടെ. ഇത് ഗുരുവായൂർ കേശവൻ. ആരാണ് പറഞ്ഞത് ആദ്യം? എല്ലാരും പറയുവാണ് ഇത് അല്ലേ ഈ ട്രങ്കിന്റെ എല്ലാ വീട്ടിലും ഉണ്ട് ഈ ഫോട്ടോ. എടുത്ത കൊമ്പ്, ഉയർന്ന മസ്തകം. അപ്പൊ ഒരേ ഒരു പേരേ ഉള്ളൂ, ഗുരുവായൂർ കേശവൻ. അല്ല, വേറൊരു കേസ് അറിയോ? നമ്മള് പണ്ട് നമുക്ക് ടൂറിന് പോകുമ്പോഴൊക്കെ മേടിക്കും ഈ പായൽ ഇങ്ങനെ. അത് ഗുരുവായൂർ കേശവനാണ്. അത് കറക്റ്റ്. നമ്മൾ എല്ലാരും വീട്ടില് ഗുരുവായൂർ കേശവന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട്, വീടുകളിലും ഉണ്ട്. സൂപ്പർ. നെക്സ്റ്റ്. കൊള്ളാം. ഗുഡ് മോർണിംഗ് ഗൈസ്. കിട്ടി. ഞാൻ പറയാം. ഇതാരെന്ന് പറ. അത് അഖില. ചിറക്കൽ ശ്രീഹരി. ചിറക്കൽ അല്ല, സോറി, പാമ്പാടി രാജൻ. തെറ്റി. തെച്ചിക്കോട്ട് രാമേന്ദ്രൻ. അല്ല, പാമ്പാടി രാജൻ. തെറ്റി. ശിവരാജൻ. തൃക്കടവൂർ ശിവരാജു. അവര് സിമിലാരിറ്റീസ് ഉണ്ടോ? ഇല്ലല്ലോ. ആക്ച്വലി എങ്ങനെ മനസ്സിലായത്? എങ്ങനെ അത് ഫിഗർ ഔട്ട്? അല്ല, എനിക്ക് ഞാൻ വേറെ സാറിപ്പോ പറഞ്ഞത്, ഞാൻ ഈ ഭയങ്കര ഈ ആനകളുടെ വീഡിയോ, ആനപ്പാപ്പാമാർ, മാമ്പി, അങ്ങനെ കുറെ വൈറൽ ആനപ്പാപ്പാമാരൊക്കെ ഇല്ലേ. അപ്പൊ ഞാൻ ഈ ആനകളുടെ വീഡിയോ കാണും. ഇവർക്ക് ഫാൻ ബേസ്. ഈ കൊല്ലം ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലത്തിൽ പോയ ആനയാണ് തൃക്കടവൂർ ശിവരാജു. പക്ഷെ ഇത് എങ്ങനെയാ മനസ്സിലാക്കുന്നത്? അതായത് അത് ഇടയ്ക്കിടയ്ക്ക് റീൽസ് വരും. ഈ ഉത്സവ സീസൺ ആകുമ്പോൾ ആനയുടെ റീൽസ് ചെയ്യണമെന്നു. ഞാനാണ് ഒരു ദിവസം ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയ സംഭവമാണ്. കാര്യം ഈ ആനപ്രേമികൾ ഏറ്റവും കൂടുതൽ കൊല്ലത്തൊക്കെ ഒരുപാട് ആനപ്രേമികളുണ്ട്. ആനകൾ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന എനിക്കൊന്ന് ഇങ്ങോട്ടാണ്. തിരുവനന്തപുരം സൈഡിൽ അങ്ങനെ ഒരുപാട് ആനകൾ വരുന്ന ഉത്സവങ്ങളും അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഞാൻ ഒരു ദിവസം രാത്രി ഒരു 12 മണിക്ക് എവിടെയോ പോയിട്ട് വരുമ്പോൾ പേരൂർക്കട ജംഗ്ഷനിൽ ഭയങ്കര ആൾക്കൂട്ടം 2 സൈഡിലായിട്ട് ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അപ്പൊ ഇതെന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. ഞാനപ്പോൾ എന്താണ് ഞാൻ നോക്കിയപ്പോൾ ഓൾറെഡി അവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. ഘോഷയാത്ര കഴിഞ്ഞു. ഇനി എന്തിനാണ് ഇവിടെ ആള് നിൽക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. അപ്പൊ ഞാൻ കാർ നിർത്തിയിട്ട് ഞാൻ അവിടെ നിന്നിട്ട് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ പാമ്പാടി രാജനായിരുന്നു അന്ന് അവിടുത്തെ അമ്പലത്തിൽ തിടമ്പേറ്റാൻ വന്നത്. തിടമ്പേറ്റി പോയിട്ട് തിരിച്ചു പോകുമ്പോ കാണാൻ നിൽക്കുന്നതാണ്. ലോറി പോവൂലേ, ലോറി പോകുമ്പോ പാമ്പാടി രാജനെ കാണാൻ വേണ്ടിട്ട് ഈ 2 സൈഡിൽ ആൾക്കാർ. അടിപൊളി. എന്തായാലും അഖിലിനും കിട്ടിയിരിക്കുകയാണ് ഓരോ മാർക്ക്. ശരി, നമുക്ക് എന്തായാലും അടുത്ത നോക്കാം. ഇത് തെച്ചിക്കോട്ട് രാമേന്ദ്രൻ. കൺഫേം. തെച്ചിക്കോട്ട് രാമൻ കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ആന. ഉറപ്പാണോ? ഗുരുവായൂർ അല്ല, ഉറപ്പാണോ? എന്നാ ഞാൻ പറയട്ടെ. പാറമേക്കാവ്. പറയട്ടെ. തെറ്റാണോ? തെറ്റാണ്. നിലവിന്റെ തമ്പുരാൻ എന്നാണ് അറിയപ്പെടുന്നത് ഈ ആന. ഈ ഗജകേസരി അറിയപ്പെടുന്നത് നമ്മള് പണ്ട് വായിച്ചു പോയിട്ടുള്ളോ, പഠിച്ചു പോയിട്ടുള്ളോ, കേട്ടു പോയിട്ടുള്ളതോ, യുദ്ധം ചെയ്യുന്ന മംഗലാംകുന്ന് കർണൻ. യെസ്, അഖിൽ. മംഗലാംകുന്ന് കർണൻ. ജസ്റ്റ് ബ്രില്യന്റ് അഖിൽ, and that's the right answer. Oh my god. മംഗലാംകുന്ന് കർണൻ. കണ്ടോ, നമ്മുടെ കൂട്ടത്തില് പ്യോർ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആന പ്രേമി ഇരിക്കുകയാണ് അഖിൽ. പിന്നെ പ്രൗഡ് ഓഫ് യു. ശ്രീവിദ്യ ഉണ്ടല്ലോ അല്ലേ അവിടെ? ഞാൻ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ശരി, അത് മാത്രം അവള് പറയത്തുമില്ല. എങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. ശ്രീവിദ്യ അരിക്കൊമ്പനാണോ ചക്കക്കൊമ്പനാണോ? ശ്രീവിദ്യ പറ, ഒരു ഗസ്റ്റ് പറ. അരിക്കൊമ്പനാണോ? മണ്ണൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇത് ചക്ക പറിച്ച് വിടുന്നത് ചക്കക്കൊമ്പനാണ്. ചക്കക്കൊമ്പൻ. ഓക്കെ, അക്കി അരിക്കൊമ്പൻ. ഇത് പടയപ്പ. മൂന്നാറല്ലേ? ആ കൊമ്പും അല്ല, അരിക്കൊമ്പൻ ഇങ്ങനെ കൊമ്പിൽ. അത് മാത്രല്ല, ശരിയാണ്. പടയപ്പ് എനിക്കറിയില്ല. ഞാൻ പടയപ്പിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം മറ്റേ എന്താണ്
ഈ ഒരു നിപ്പുണ്ട് ആ കണ്ണിന്റെ ഈ പോർഷനിലെ നോബിചേട്ടൻ എങ്ങനെ മനസ്സിലായി ബാക്കി എല്ലാം പറഞ്ഞുകൊണ്ടാണോ? മെനിങ്ങാന്ന് ഞാൻ കണ്ടു റീൽസ് KSRTC ബസിന്റെ ബാക്കിൽ നിന്ന് തള്ളി. അതെ അതെ. ശരി, എന്തായാലും നമുക്ക് അടുത്ത പാപ്പ. അങ്ങനെ മൂന്നാറിലെ അളിയനെ നമ്മൾ കണ്ടതിന് ശേഷം ഇനി അടുത്ത ഏത് ആനയാണെന്നുള്ളത് നോക്കാം. ആ, ഒരു കൊമ്പ്. ഇനി പറ, അരിക്കൊമ്പനും ചക്കക്കൊമ്പനും ആരാ പറയുന്നേ? നിക്ക. ശ്രീവിദ്യ പറയുന്നു. ആണോ? ചക്ക, അരി, ചക്ക. ആരാരിക്കൊമ്പൻ? എത്ര പേര് അരിക്കൊമ്പൻ പറയുന്നു? എല്ലാരും. ശരി, ചക്കക്കൊമ്പൻ. ഡൗട്ട് ഉണ്ട്. എന്തറിയാ, ഞാൻ അരിക്കൊമ്പന്റെ കൊമ്പ് ഒടിഞ്ഞിട്ടില്ല. കൊമ്പിന്റെ വലിപ്പം ചെറുതാണെങ്കിൽ ചക്കക്കൊമ്പനല്ലേ? ആണോ? എനിക്ക് അരിക്കൊമ്പൻ. അരിക്കൊമ്പൻ. ലെറ്റ്സ് ഫിക്സ്. അരിക്കൊമ്പൻ ശരിയാണോ തെറ്റാണോ? പറ. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ആ കൊമ്പ് ഒടിഞ്ഞതായിട്ടല്ലല്ലോ അത്, അല്ല, പടത്തിലെങ്കിലും. ഷാഡോ ആ, ആണ്. ഓക്കെ. പക്ഷെ സൈസ് വ്യത്യാസമുണ്ട്. കുഞ്ഞിയാ, കുഞ്ഞിക്കൊമ്പൻ. ഇത് എനിക്ക് ഓർമ്മയുണ്ട്. ഇത് എന്തായാലും ഡയനയ്ക്ക് പറയാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. നോക്കാം. നമുക്കിവിടെ പ്രമാണിയുള്ള പോലെ ആനകളിലെ പ്രമാണി തെച്ചിക്കോട്ട് ഇങ്ങനെ ഒന്നുകൂടെ ഫോക്കസ് ചെയ്ത്. തെച്ചിക്കോട്ടെ രാമചന്ദ്രൻ. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ. തെച്ചിക്കോട്ട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ശരിയാണോ? ശരി ശരി. എങ്ങനെ മനസ്സിലായി? എങ്ങനെ മനസ്സിലാണോ നോക്കട്ടെ. എങ്ങനെ മനസ്സിലായോ? മനസ്സിലാ, കുറിയും നിപ്പും. തലയെടുപ്പ്. അതെ അതെ, തലയെടുപ്പ്. യെസ്. ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതും. അതെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അടുത്ത നോക്കാം. ആ, ഇത് നമ്മുടെ സ്വന്തം അളിയനാ. പറഞ്ഞോ. ആനകളിലെ നാട്ടുരാജാവ് എന്നറിയപ്പെടുന്ന ഈ ആനയുടെ പേര് എന്താണ്? പാമ്പാടിയാണോ? പാമ്പാടി രാജനാണോ? ആരാ പാമ്പടി രാജൻ എന്ന് പറഞ്ഞേ? ആണോ? തേനെയാണോ പറഞ്ഞേ? ആ, ശരിയാണ്. ഈ ഫോട്ടോയും ഒരുപാട് സ്ഥലങ്ങളിലില്ല. ഈ പാമ്പാടി രാജന്റെ ഫോട്ടോ ഒരുപാട് സ്ഥലങ്ങളിൽ വരാറുണ്ട്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു ഇത്? ആനകളെ പറ്റി നമ്മള് ഒരു ആനയെ വിട്ടുപോയിട്ടുണ്ട്. ഏത് ആനയാണ്? ഒരുപാട് ആനകളെ വിട്ടു. ബാഹുബലി എന്ന് പറയുന്ന സിനിമയില് പ്രഭാസിന്റെ ഒരു സീനുണ്ട്. അതില് പ്രഭാസ് ഒരു ആനയുടെ ചവിട്ടി കയറുന്നില്ലേ? അത് ചിറക്കൽ കാളിദാസൻ എന്ന് പറയുന്ന നമ്മുടെ മലയാളി ആനയാണ്. അത് മാത്രമല്ല, നല്ല ബ്ലാക്കിഷ് ടോൺ ആണ്. അതെ, അങ്ങനെ കേരളത്തിലെ ആനകളെ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നും രാജമൗലി സെലക്ട് ചെയ്തത് ചിറക്കൽ കാളിദാസനെ. കാളിദാസനെ കൂടെ കാണാൻ സെലിബ്രിറ്റി ആന എന്ന് പറയും. ആനയ്ക്ക് ഇപ്പോഴും അറിയില്ല അത് പുള്ളി ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആണത്. അതെ, നമുക്കപ്പോ സെലിബ്രിറ്റി ആനെ കാണണ്ടേ? പിന്നെ യെസ്, പാൻ ഇന്ത്യൻ താരം. ആക്ച്വലി ഫോട്ടോയിൽ കാണുന്നുണ്ട്. നമ്മള് വീഡിയോസിലോ അല്ലാണ്ടൊക്കെ കാണുകയാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും. ലുക്ക് വൈസ് തന്നെ നമുക്ക് ഫോട്ടോ കാണുന്നില്ലല്ലോ. എന്നാൽ ഇത്രയൊക്കെ അറിവ് ഞാൻ സത്യം പറഞ്ഞ അഖിൽ ഇത്രയും വലിയൊരു എന്താ പറയുന്ന ആനകളോട് ഇത്രയും ഒരു പ്രേമമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഒരു സമയത്ത് ഞങ്ങളുടെ നെടുമങ്ങാട് കൊലകൊല്ലി എന്ന് പറഞ്ഞൊരു ആന ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ വിതുരയിലാണ്. ഞാൻ ഒരുപാട് പേടിച്ചതാ ആനെ.